അയ്യങ്കാളിയുടെ 163-ാം ജന്മദിനമാണ് ഇന്ന് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നേരത്തെ അധ്യക്ഷ പ്രതിപാദിച്ച കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. 1863 ആഗസ്റ്റ് മാസം 28-ാം തീയതി വെങ്ങാനൂരിലെ അങ്ങനെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച മഹാനായ അയ്യങ്കാളി അദ്ദേഹം ആണ് സ്വന്തം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയത്. അദ്ദേഹം നടത്തിയ 1893 നടത്തിയ ഇല്ലുവണ്ടി സമരം അന്നത്തെ കാലത്ത് വലിയൊരു കോളിളക്കമാണ് സൃഷ്ടിച്ചത്. കസവ് നേരിയത് കൊണ്ട് തലപ്പാവ് കെട്ടി തോളിൽ ഷോളും തൂക്കി നെറ്റിയിലൊരു അട്ടപ്പൊട്ട് കൊണ്ട് കാലിൽ കടുക്കന് ഒണിഞ്ഞ ആ രൂപം അന്നത്തെ സവർണ ഫാസിസത്തിനെ സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുകയുണ്ടായി. മാത്രമല്ല കാലഘട്ടം എന്ന് പറയുമ്പോൾ പട്ടികജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ക്ഷേത്ര പരിസരങ്ങളിൽ കൂടെ പോലും നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല സവർണന്മാർ നേരെ വരുമ്പോൾ വഴിമാറി കൊടുക്കേണ്ട ഒരവസ്ഥയും കൂടെയാണ് അവർക്കുണ്ടായിരുന്നത്. വിദ്യാലയങ്ങളിൽ പോലും ദളിത് കുട്ടികൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിനെതിരായിട്ടാണ് പഞ്ചമി എന്ന കുട്ടിയെ കൂട്ടിക്കൊണ്ട് സർക്കാർ പള്ളിക്കൂടത്തിൽ ചെന്ന ശ്രീ അയ്യങ്കാളി അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടിയെ നിങ്ങളിവിടെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളൊന്നും കൊയ്യാൻ ഞങ്ങൾ ആരും വരില്ല, നിങ്ങളുടെയൊക്കെ വയലുകളിൽ പുല്ല് തിളർത്തും എന്ന് അദ്ദേഹം പറഞ്ഞത് ആ കാലത്ത് വലിയൊരു വിപ്ലവമായി. അങ്ങനെ ആ കുട്ടിയെ അവിടെ പ്രവേശിപ്പിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. മാത്രമല്ല 1911 ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം അംഗമായപ്പോൾ ശക്തമായി തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി കേരളത്തിലെ അസമത്വത്തിനെതിരായി അതിശക്തമായ പോരാട്ടമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ശരിക്കും പറഞ്ഞാൽ 1936 നവംബർ 12-ാം തീയതി ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ മുഖ്യ കാരണക്കാരൻ ശ്രീ അയ്യങ്കാളിയാണ്. കാരണം ആ കാലഘട്ടത്തിൽ നമുക്ക് പറയാം, ഇപ്പോൾ പോലും പലയിടത്തും ക്ഷേത്രങ്ങളിൽ ദളിതർക്ക് പ്രവേശനം നിഷേധിക്കുന്നു എന്നുള്ള പരാതി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുമ്പോഴാണ് 1936 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ പലർക്ക് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കായി തുറന്നു കൊടുത്തു. ശ്രീ കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എല്ലാ വർഷവും നവംബർ മാസം 12-ാം തീയതി അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ടവരോടൊപ്പം അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അതിൻ്റെ വാർഷികം അദ്ദേഹം ആചരിക്കാറുണ്ടായി. മാത്രമല്ല 1971 ശ്രീമാൻ സി അച്യുതമേനോൻ്റെ മന്ത്രിസഭയിൽ കോൺഗ്രസ് ചേർന്ന സന്ദർഭത്തിൽ അന്ന് ഭക്തനായിരുന്നിട്ട് പോലും കെ കരുണാകരൻ അന്ന് ദേവസ്വം വകുപ്പ് ഏൽപ്പിച്ചത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ശ്രീ വെള്ളയീശ്വരനെയായിരുന്നു. അദ്ദേഹം ഇപ്പോഴത്തെ മന്ത്രിയുടെ ജില്ലയിൽ തന്നെയായിരുന്നു. അദ്ദേഹം അന്ന് 1971 ദേവസ്വത്തിൻ്റെ ചാർജ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. അത് വരെ ചോദിച്ചു, എന്താണ് വികാരപ്രവർത്തനായിട്ടുള്ള അങ്ങ് ദേവസ്വം വെള്ളയീശ്വരനെ ഏൽപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ വരെ ക്ഷേത്രങ്ങളിൽ പോലും പ്രവേശനം ലഭിക്കാതിരുന്ന ഒരു വിഭാഗത്തിന് യഥാർത്ഥത്തിൽ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഈ വകുപ്പിൻ്റെ ചുമതല തന്നെ അദ്ദേഹത്തെ ഏൽപ്പിക്കണം എന്ന് അന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം എത്രയോ വർഷങ്ങൾ 10-40 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രിക്ക് ദേവസ്വം വകുപ്പ് കിട്ടിയതെങ്കിലും അത് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ വകുപ്പ് വന്നെടുത്ത് മാറ്റി. എനിക്ക് ഒരു കാര്യത്തിൽ വളരെ അഭിമാനമുള്ളത്, കഴിഞ്ഞ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ 2 വനിതാ ജനറൽ വാർഡുകളിൽ വേദിയിലുള്ള അനിത ഉൾപ്പെടെ, അനിതയെ കൊടപ്പനക്കുന്നിലും രേഷ്മയെ പട്ടത്തും 2 വനിതാ ജനറൽ വാർഡായിരുന്നു. അവിടെ പട്ടികജാതിയിൽപ്പെട്ട 2 കൗൺസിലർമാരെ നമുക്കവിടെ നിന്ന് വിജയിപ്പിക്കാൻ കഴിയും. അപ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും പുരോഗമനപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീർച്ചയായിട്ടും ഇന്ന് അഭിമാനത്തോടുകൂടി ഈ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയം പറയല്ല, പക്ഷേ നേരത്തെ തുളസി ടീച്ചർ പറഞ്ഞതുപോലെ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള അവകാശങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിന് പ്രത്യേക പദ്ധതികൾ വരെ പ്രഖ്യാപിച്ചു. ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്
ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു മെഡിക്കൽ കോളേജ്, പാലക്കാട് ഇന്നത്തെ മെഡിക്കൽ കോളേജ് ദളിത് വിഭാഗത്തിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽ ആ ഡിപ്പാർട്ട്മെൻറ്റാണ് ആ മെഡിക്കൽ കോളേജ് കൈകാര്യം ചെയ്തത്. മറ്റെല്ലാം ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ് SC/ST വകുപ്പ് അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നൽകിയതാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർക്കാനുണ്ട്. അപ്പോൾ മഹാനായിട്ടുള്ള അയ്യങ്കാളിയുടെ ആ പാത പിന്തുടർന്നുകൊണ്ട് ഈ നാടിൻ്റെ നന്മയ്ക്ക്, സ്ഥിതി സമത്വത്തിന് വേണ്ടി ശക്തമായി എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് പോരാടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹാനായ നേതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം നിങ്ങളുടെ എല്ലാ ഭാഗത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.